അപ്പോൾ ഫുഡിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ മുന്നിലെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് വ്യായാമം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വ്യായാമം ഇപ്പോൾ നടത്താണോ, ജിമ്മാണോ, ജോഗിങ് ആണോ, സ്വിമ്മിങ് ആണോ, ഏതാണ് നല്ലത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യുന്നതിലേറെ നല്ലത് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഒരു 20 മിനിറ്റ് ജിമ്മിൽ പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകാം. നിങ്ങൾക്ക് ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അത്ലറ്റിക് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, രാവിലെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂർ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അത് നടക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഒരു 5-10 മിനിറ്റ് ഫുഡ് കഴിച്ച ഉടനെയുള്ള സമയം, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള സമയമാണല്ലോ നമ്മുടെ ശരീരത്തിലോട്ട് ഷുഗറൊക്കെ നമ്മൾ ഫുഡിൽ നിന്ന് ശരീരം വലിച്ചെടുക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ പോയി റെസ്റ്റ് എടുക്കുന്നതിന് പകരം രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, വൈകുന്നേരമൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച ഉടനെയുള്ള സമയങ്ങളിൽ ഒരു 5-10 മിനിറ്റ് ചെറിയ ചെറിയ നടത്തം, അതായത് വീട്ടിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൊബൈലൊക്കെ എടുത്തിട്ട് ഒന്ന് നടക്കുക. നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ ചെറിയൊരു 5-10 മിനിറ്റ് ചെറിയൊരു നടത്തം, അങ്ങനെ പല സമയങ്ങളിലായിട്ട് ചെറിയ ചെറിയ നടത്തം ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയും നിങ്ങളെ ഷുഗറിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടാത്ത ആളുകൾക്ക് ഈ ഒരു, അതായത് ഇപ്പോൾ ഒരു 3 ദിവസം എക്സസൈസ് ചെയ്യാൻ പറ്റി, 2 ദിവസം തിരക്കാണ്, യാത്രകളിലൊക്കെ ആണെങ്കിൽ, പുറത്ത് പോവുകയൊക്കെ ആണെങ്കിൽ അവിടുന്ന് ഓരോരോ 5 മിനിറ്റ് ആയിട്ട് പല സമയം ചെറിയ ചെറിയ ദൂരങ്ങളൊക്കെ ചെറിയ നടത്തം വഴി തന്നെ നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നടത്തത്തിൻ്റെ സമയം എന്ന് പറഞ്ഞത് നിങ്ങൾ ഫുഡ് കഴിച്ച് ഉടനെയുള്ള സമയം നടക്കുന്നതാണ് കുറച്ചും കൂടെ മാക്സിമം എഫക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതൽ. അതായത് ഉച്ചക്കാണെങ്കിൽ ഇപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് എണീച്ചിട്ട് പിന്നെ നടക്കുന്നതിന് പകരം ചോറ് കഴിച്ച് ഉടനെയുള്ള ഒരു 5-10 മിനിറ്റ് കുറച്ചൊന്ന് നടക്കുക. നടന്നു കഴിഞ്ഞ് ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിട്ട് കിടക്കുക, റെസ്റ്റ് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.